വെൽക്കം ടു റാപ്പിഡ് ഫയർ. റാപ്പിഡ് ഫയറിൽ തൃശൂർ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് നമുക്ക് ചേരുന്നത്. വെൽക്കം സർ. റാപ്പിഡ് ഫയറിലേക്ക് സ്വാഗതം. കെ മുരളീധരനെ സിറ്റിംഗ് മണ്ഡലമായ വടകരയിൽ നിന്ന് മാറ്റി തൃശൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന് പിന്നിലുള്ള പ്രധാന കാരണം എന്താണ്? തൃശൂർ സീറ്റ് ശ്രീ പ്രതാപൻ്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരിൽ ഇന്നത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ ചില ആളുകളൊക്കെ പാർട്ടി വിട്ടു എന്നൊക്കെ പറഞ്ഞൊരു അന്തരീക്ഷം ഉണ്ടാക്കി. ആ അന്തരീക്ഷത്തിന് വലിയ വിലയൊന്നുമില്ല. പക്ഷേ എങ്കിലും ശക്തമായിട്ടൊരു പോരാട്ടം കാഴ്ചവെച്ച് സീറ്റ് UDFന് വേണ്ടി നിലനിർത്തുക, അത് നിർവഹിക്കാനാണ് എന്നെ തൃശ്ശൂരിൻ്റെ ദൗത്യം ഏൽപ്പിച്ച് അതോടൊപ്പം തന്നെ വടകര ഭാവിയിൽ കൊണ്ട് നടക്കാൻ പ്രാപ്തനായ ഷാഫി പറമ്പിലിനെ അവിടെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. MLA ആകാനാണോ MP ആകാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പാർട്ടി ഏതാണ് നിയോഗിക്കുന്നത്, ഇത് രണ്ടുമല്ല, പാർട്ടി പ്രവർത്തനത്തിനാണ് നിയോഗിക്കുന്നതെങ്കിൽ അതും നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കോഴിക്കോട്, വട്ടിയൂർക്കാവ്, വടകര, ഇതിൽ ഏത് സ്ഥലത്തോടാണ് കൂടുതൽ ഇഷ്ടം? അല്ല, അങ്ങനെ പ്രത്യേകിച്ചതല്ലോ. ഞാൻ എല്ലാ നിയോജകമണ്ഡലങ്ങളും നീതി പുലർത്തിയിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിക്കുകയും ആ നിയോജകമണ്ഡലങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിൽ നിന്ന് വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് പറഞ്ഞത് വടകര MPക്ക് 8 നിയോജകമണ്ഡലങ്ങളുണ്ടെന്ന് സൂചിപ്പിക്കാൻ കാരണം വട്ടിയൂർക്കാവിൻ്റെ പൂർണ്ണമായി കാലാവധി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, വടകരയിൽ പ്രാപ്തനായ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി 100% തൃശ്ശൂരിന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് ലക്ഷ്യം. പത്മജ വേണുഗോപാല് ഭാവിയിൽ കോൺഗ്രസ് വിട്ടു പോകുമെന്ന് മുൻപ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു സംഭാഷണത്തിൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല. കുടുംബത്തിനകത്ത് കൂടുതൽ പിന്തുണ മുരളീധരനാണോ അതോ കുടുംബത്തിന്റെ? എനിക്ക് പാർട്ടി മാത്രം, പാർട്ടി എന്ത് പറയുന്നത് അതനുസരിക്കാനാണ് ഞാൻ ബാധ്യസ്ഥൻ. MP ആയാൽ തൃശ്ശൂരിന് വേണ്ടി ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അല്ല, തൃശ്ശൂരിന്റെ വികസന കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അക്കാര്യത്തിൽ പ്രയോജനം. VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, ഇതിൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ? രണ്ടുപേരും കണക്കാണ്. കാരണം CPMന്റെ ഭരണം അത്രയേറെ മോശമായി. പക്ഷേ അച്യുതാനന്ദന് അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ആൾക്കാർക്ക് അവസരം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രാജഭരണമാണ്. കോൺഗ്രസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശീയ നേതാവ് ആരാണ്? എൻ്റെ എല്ലാമായിട്ടുള്ള നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനോടൊപ്പം 494 കിലോമീറ്റർ കേരളത്തിൽ മുഴുവൻ ഞാൻ നടന്നു. കോൺഗ്രസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യുവ നേതാവിനെ പറയാൻ പറഞ്ഞാൽ? അല്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഒരാളെ പ്രത്യേകമായിട്ട് പറയാൻ പാടില്ല. കാരണം എല്ലാവരും ഇതൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരാളോട് പ്രത്യേക സ്നേഹം കാണിക്കുക, ഒരാളോട് കാണിക്കാതിരിക്കുക, അത് ശരിയല്ല. അടുത്ത തവണ UDF ഭരണത്തിൽ വന്നാൽ ആര് മുഖ്യമന്ത്രിയാവും? അത് അന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും തൃശ്ശൂരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ലോക്സഭയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ നിയമസഭയിലേക്ക് ഉണ്ടാവില്ല. CPMന്റെ പോസിറ്റീവായ ഒരു ഗുണം പറയാൻ പറഞ്ഞാൽ? ഒരു ഗുണവും ഇപ്പം ഇല്ല. കേരളത്തിലെ CPMനില്ല, എന്നാൽ ദേശീയ നേതൃത്വത്തിനുണ്ട്. കാരണം യെച്ചൂരി ഒരു BJP വിരുദ്ധ ഗവൺമെൻറ് ഈ രാജ്യത്ത് വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് കേരളത്തിൽ എല്ലായിടത്തും CPMനെ തോൽപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം കേരളത്തിലെ CPM പിണറായിൻ്റെയാണ്. ആ പിണറായി നരേന്ദ്രമോദിയുമായി രഹസ്യ ബാന്ധവം നടത്തുന്നതാണ്. അതുകൊണ്ട് യെച്ചൂരി ശക്തിപ്പെടണം, പിണറായി ദുർബലപ്പെടണം. അതിന് കേരളത്തിൽ എല്ലായിടത്തും UDF ജയിക്കണം. കോൺഗ്രസിൽ ഗ്രൂപ്പുകളില്ലായിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ല, അത് പണ്ട് കാലത്തെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല. ഈ CPMന്റെ ഒരു കേഡർ സ്വഭാവവും അത്തരത്തിലുള്ള ഒരു സംഘടനാ രീതിയൊക്കെ ഉണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ? ഇപ്പം അതൊക്കെ പോയി. ഇപ്പോൾ ഒരു കേഡറും ഇല്ല. ഇപ്പോൾ പിണറായി കൽപ്പിക്കുന്നു, ശിഷ്യന്മാർ അനുസരിക്കുന്നു. അതുകൊണ്ട് ഒരു കേഡറും ഇല്ല. മുസ്ലിം ലീഗ് LDFലേക്ക് പോയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവും? ഒരു കാലത്തും പോവില്ല. കാരണം 53 വർഷത്തെ ബന്ധമാണ് മുസ്ലിം ലീഗുമായിട്ട്. അവർ തന്നെ പറഞ്ഞല്ലോ, പോകാനൊരു കാരണവുമില്ല, എന്നാൽ ഇതിൽ തന്നെ നിൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞാണ് എൻ്റെ വാർത്ത. മുൻപ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്രസ്താവനകൾ തിരുത്തേണ്ടതുണ്ടായിരുന്നു, അങ്ങനെ വല്ല തോന്നലുണ്ടായിട്ടുണ്ടോ? അല്ല, കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. അതല്ലാതെ പണ്ട് പറഞ്ഞ മുഴുവൻ ശരിയാന്ന് പറയലല്ല ഒരു പൊതുപ്രവർത്തകൻ്റെ ചുമതല.